അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഇസ്ലാം മിശ്ര വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ? പലപ്പോഴും നമ്മുടെ നാട്ടിൽ, നമ്മുടെ രാജ്യത്ത് ലവ് ജിഹാദ് ആരോപണങ്ങൾ വരുമ്പോൾ ഇസ്ലാം മിശ്ര വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുന്നതോ അന്യമതത്തിൽപ്പെട്ട പെൺകുട്ടികളെയോ ആൺകുട്ടികളെയോ പ്രണയിച്ച് വശീകരിച്ച് വിവാഹം കഴിക്കുന്നത് ഇസ്ലാം പുണ്യമായി കാണുന്നു, ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നു എന്നൊക്കെയുള്ള വ്യാജ ആരോപണം നമുക്ക് കാണാൻ കഴിയും. സത്യത്തിൽ മിശ്ര വിവാഹത്തെ ഇസ്ലാം ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല. അന്യമതത്തിൽപ്പെട്ട ആണിനെയോ പെണ്ണിനെയോ വിവാഹം കഴിക്കുന്ന ഇസ്ലാം വിലക്കുന്ന കാര്യമാണ്. വിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയുടെ 221-ാമത്തെ ആയത്തിൽ ഇപ്രകാരം കാണാൻ കഴിയും: വലാ തൻകിഹുൽ മുശ്രികാത്തി ഹത്താ യുഅ്മിന വലഅമത്തു മുഅ്മിനത്തുൻ ഖൈറും മിൻ മുശ്രികത്തിൻ. ബഹുദൈവ വിശ്വാസിനിയായ ഒരു സ്ത്രീയെ നിങ്ങൾ വിവാഹം കഴിക്കരുത്. വിശ്വാസിയായെങ്കിൽ മാത്രമേ വിവാഹം കഴിക്കാവൂ. വിശ്വാസിയായ അടിമ സ്ത്രീയാണ് ഒരു ബഹുദൈവ വിശ്വാസിയായ ഒരു സ്ത്രീയേക്കാൾ നിനക്ക് നല്ലത്. ആ ബഹുദൈവ വിശ്വാസിയായ സ്ത്രീ വലൗ അഅജബതുക്കും, എത്ര നിന്നെ ആകർഷിപ്പിച്ചാലും ശരി. അപ്പൊ ബഹുദൈവ വിശ്വാസിയായ മുശ്രിക്കായ ഒരു സ്ത്രീയെ വിവാഹം കഴിക്കരുത്. അതിനേക്കാൾ നല്ലത് മുഅ്മിനായ ഒരു അടിമ സ്ത്രീ വിവാഹം കഴിക്കലാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറയുകയാണ്. വലാ തുൻകിഹുൽ മുശ്രികീന ഹത്താ യുഅ്മിനു വൽഅബ്ദു മുഅ്മിനുൻ ഖൈറു മിൻ മുശ്രികിൻ വലൗ അഅജബകും. നിങ്ങൾ സ്ത്രീകൾ ഒരു മുശ്രിക്കായ ബഹുദൈവ വിശ്വാസിയായ ഒരു പുരുഷനെ വിവാഹം കഴിക്കരുത്. അവൻ വിശ്വാസിയാകുന്നത് വരെ. ബഹുദൈവ വിശ്വാസിയായ ഒരു പുരുഷനേക്കാൾ നല്ലത് നിനക്കൊരു അടിമയായ ഒരു വിശ്വാസി വിവാഹം കഴിക്കലാണ്. ഈ ബഹുദൈവ വിശ്വാസിയായ പുരുഷൻ നിങ്ങളെ എത്ര ആകർഷിപ്പിച്ചാലും എന്ന് വിശുദ്ധ ഖുർആൻ രേഖപ്പെടുന്നതായി കാണാൻ കഴിയും. അപ്പോൾ വിശ്വാസികൾ തമ്മിൽ വിവാഹം കഴിക്കണം എന്നാണ്. വിശ്വാസികൾ തമ്മിലാണ് വിവാഹം നടക്കേണ്ടത് എന്ന് കൃത്യമായി ഖുർആൻ രേഖപ്പെടുത്തുന്നുണ്ട്. മിശ്ര വിവാഹത്തെ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല. എന്നാൽ ഒരു ബഹുദൈവ വിശ്വാസിയായ മനുഷ്യൻ, അവൻ ബഹുദൈവ വിശ്വാസത്തിൽ ജനിച്ചു, അതിനുശേഷം മുസ്ലിം ആയാൽ അവർ വിവാഹം കഴിക്കാവുന്നതാണ്. എന്നതുകൊണ്ട് വിവാഹം കഴിക്കാൻ വേണ്ടി മതം മാറാൻ ഇസ്ലാം പഠിപ്പിക്കുന്നുമില്ല. വളരെ കൃത്യമായി ഹദീസുകൾ പരിശോധിച്ചാൽ കാണാം: ഇന്നമൽ അഅ്മാലു ബിന്നിയ്യ, കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടുന്നത്, കർമ്മങ്ങൾ നിശ്ചയിക്കപ്പെടുന്നത് നിയ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഫമൻ കാനത് ഹിജ്റതുഹു ഇലാ ദുനിയാ യുസീബുഹാ, ദുനിയാവിൽ നേട്ടമുണ്ടാക്കാൻ വേണ്ടി ഹിജ്റ പോയാൽ, ഔ ഇലാ ഇംറഅതി യൻകിഹുഹാ, ഒരു സ്ത്രീ വിവാഹം കഴിക്കാൻ വേണ്ടി ഹിജ്റ പോയാൽ, ഫഹിജ്റതുഹു ഇലാ മാ ഹാജറ ഇലൈഹി, എന്തിനാണോ പോകുന്നത് അതാ കിട്ടുക. അപ്പോൾ വിവാഹം കഴിക്കാൻ വേണ്ടി മതം മാറിയാൽ, വിവാഹം കഴിക്കാൻ വേണ്ടി മതം മാറ്റിയാൽ അത് യഥാർത്ഥമായ ഇസ്ലാം അല്ല, അത് തെറ്റാണ്. അങ്ങനെ വിവാഹം കഴിക്കുവാനോ പൈസക്ക് വേണ്ടിയോ മതം മാറാനോ മറ്റു ഇബാദത്തുകൾ ചെയ്യാനോ പാടില്ല എന്ന് കൃത്യമായി പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്: തുൻകഹുൽ മർഅതു ലിഅർബഇ, 4 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഒരു സ്ത്രീ വിവാഹം ചെയ്യപ്പെടുക. ഒന്ന്, ലിമാലിഹ, അവളുടെ സമ്പത്തിന് വേണ്ടി; വലിഹസ്ബിഹ, അവളുടെ കുടുംബത്തിന് വേണ്ടി; വലി ജമാലിഹ, അവളുടെ സൗന്ദര്യത്തിന് വേണ്ടി; വലി ദീനിഹ, അവളുടെ ദീനിന് വേണ്ടി. ഫദ്ഫർ ബിദാത്തി ദീൻ തരിബത്ത് യദാ, നിന്റെ കയ്യിൽ മണ്ണ് പറ്റേണ്ടി വന്നാലും എന്ന് പറഞ്ഞാൽ നീ എത്ര കഷ്ടപ്പെടേണ്ടി വന്നാലും, സമ്പത്തില്ലെങ്കിലും കുടുംബഹിമയില്ലെങ്കിലും ദീൻ നോക്കി നീ വിവാഹം കഴിക്കണമെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്. അപ്പൊ ഇസ്ലാമിക വിവാഹത്തിന്റെ മാനദണ്ഡം എന്ന് പറയുന്നത് മതബോധമുള്ള സ്ത്രീയും മതബോധമുള്ള പുരുഷനുമാണ്. അതുകൊണ്ട് ഈ മിശ്ര വിവാഹത്തെ ഇസ്ലാം ഒരിടത്തും പ്രോത്സാഹിപ്പിക്കുന്നില്ല. സ്വഹാബികൾ പോലും മിശ്ര വിവാഹിതരായിരുന്നില്ല എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ പ്രോത്സാഹനം ഉണ്ടായിരുന്നെങ്കിൽ അവർ ജൂതമതത്തിൽ നിന്നും ക്രൈസ്തവ മതത്തിൽ നിന്നുമൊക്കെ വ്യാപകമായി വിവാഹം കഴിച്ച് മതം മാറ്റാമായിരുന്നില്ലേ അവർക്ക്. പക്ഷേ അവരെല്ലാവരും ചെയ്തത് ഖലീഫമാരുടെ വിവാഹങ്ങളാണെങ്കിലും സ്വഹാബത്തിന്റെ വിവാഹങ്ങളാണെങ്കിലും എല്ലാം നമുക്ക് കാണാൻ കഴിയുന്നത് സ്വന്തം മതത്തിൽപ്പെട്ട സ്ത്രീകൾക്കാണ് അവർ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.